എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വന്നതിൽ ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട്. ചെറിയ കഥാപാത്രമൊന്നുമല്ല കേട്ടോ, പുള്ളി വലിയൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തേക്കണേ. എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും. ഇത് തൃശ്ശൂർ ബേസിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ്. 2018 എനിക്ക് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് എന്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്കമായ ഡയറീസും വർണ്ണത്തിലാശങ്ക, അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട്. ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല. അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ്. അപ്പൊ എന്റെ കഥാപാത്രം ആയാലും മുരുകൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഞാനും എന്റേതായ ഒരു ആശയത്തിനാണ് തൃശ്ശൂർ വരുന്നത്. അനുമോളുടെ ക്യാരക്ടറായാലും ജോജിയുടെ ക്യാരക്ടറായാലും ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയം ആണ് ഈ പടം കാണുന്ന. അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും പടം കാണുക. 9-ാം തീയതി പടം റിലീസാണ്. നിങ്ങളുടെയൊക്കെ സഹായം വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക്സ് എ ലോട്ട്. താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറ് സംസാരിച്ചിട്ടുണ്ടാവും. VK കരീം ഡയറക്ട് ചെയ്യുന്ന, താമര എന്ന് എന്റെ ക്യാരക്ടറിന്റെ പേരാണ്. ആരോ എന്ന് പറയുന്നത് VK കരീം സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ താമര എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ സിനിമയിൽ ഒരു മേജർ കഥാപാത്രമാണ്. ഇപ്പം കിച്ചുന്റെയും ജോജു ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും, ജയരാജേട്ടൻ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എന്റെ താമര എന്ന് പറയുന്നത്. എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഇതില് ഇവര് പറഞ്ഞു തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെന്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം. ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു അന്വേഷണം, അപ്പൊ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും, ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും, കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവും, ദൃക്സാക്ഷികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്താ പറയാ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ട് ഉണ്ട്. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ്, നമുക്ക് പൊതുവെ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെയും സുധീർ ധർമ്മന, അങ്ങനെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും അധികം പറയാൻ പറ്റില്ല, അതിനൊരു സസ്പെൻസ് പുറത്തു പോകുന്നോണ്ട്. വടക്കുന്നാഥൻ അമ്പലത്തിന്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിന്റെ കൂടെ കരീംക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ്. ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ. അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇപ്പൊ തേവർ മകൻ, ദേവരാഗം, പാഥേയം, ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും, ഇപ്പം വിനോദേട്ടനൊക്കെ ഇവിടെ വന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇന്നിപ്പം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മെയ് 9 തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ്. നമ്മുടെ DOP സാറാണ്, മാധേഷ് സാറ്. 5 ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ജോഷേട്ടനും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡെറിക്കിന് കൊടുക്കാം. ഡെറിക്ക്
അതിനുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ തിയേറ്ററിൽ വരിക, സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. മെയ് 9 റിലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ കുറച്ച് തെറ്റായിട്ടുണ്ടാവും. തമിഴാണ് തമിഴിലെ പേശുന്നു, തമിഴിലെ സംസാരിക്കல. ഈ ஆக்சுவலி இது சப்போர்ட், இந்த படத்தை சப்போர்ட் பண்ண மீடியா பீப்புள்ஸ் எனக்கும் எங்களோட டீம் சார்பாக வந்து ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம். ஸோ உங்கள் சப்போர்ட் ரொம்ப அவசியம். ஏன்னா இப்போ அவுட் ஆஃப் த கேரளா மலையாள சினிமாக்களுக்கு ஸோ மெனி எக்ஸ்பெக்டேஷன்ஸ் இருக்கு மீடியா சினிமா இண்டஸ்ட்ரியில். ஸோ அதே போல் அந்த எக்ஸ்பெக்டேஷன் குறையாத அளவுக்கு டைரக்டர்ஸ் நல்ல ஸ்கிரிப்டும் அதுக்கான உள்ள ஒரு மலையாள ஃப்ளேவரோட ஸ்கிரிப்ட் தான் வந்திருக்கு. ஸோ டைரக்டர்ஸை விசாரிச்சது கூட மேக்ஸிமம் സിനിമോഗ്രാഫി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രൊഡ്യൂസർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റും മറ്റെല്ലാവർക്കും എന്നോട് ഷാർപ്പായിട്ട് ഒരു താങ്ക്സ് சொல்லிக்கிறேன். ஸோ May 9 படம் 6 படம் வந்து தியேட்டரில் எத்திக்குது. ஸோ சப்போர்ட்டர்ஸ் மீடியா பீப்புள்ஸ் எங்களை சப்போர்ட் பண்ணுங்க. எல்லாரும் தியேட்டரில் வந்து படம் பாருங்க. தேங்க்யூ. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ വലിയ സന്തോഷമുണ്ട്. കാരണം കരീം ഡയറക്ട് ചെയ്ത ഈ പടത്തിന്റെ ഒരു ഭാഗമാണ് സാധിച്ചതിൽ. ജിമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് യാരോ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അനു പറഞ്ഞതുപോലെ, കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക സസ്പെൻസ് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിന്റെ കൂടെ. കരീംക്ക, വിനോദേട്ടൻ, നവാസ്ക, അങ്ങനെ കിച്ചു, എല്ലാവരും പേരെടുത്ത് പറയുന്നത് എല്ലാവരും നല്ലൊരു ടീം വർക്കാണ് നടന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക, മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ May 9 ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. എന്നെ സംബന്ധിച്ച് എന്റെ വലിയൊരു സ്വപ്നം എന്ന് പറയാം. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, ഞങ്ങളെ വിജയിപ്പിക്കണം. നമ്മുടെ പടത്തില് ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പൊ ഇല്ല നമ്മുടെ കൂട്ടത്തില്. ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലല്ലോ. ഇപ്പൊ ഹരീഷ് പേര് അത് മാത്രമല്ല, നമ്മുടെ കൺട്രോളർ ഉൾപ്പെടെ ഒരുപാട് പേര്. അപ്പൊ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതെനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം, അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഞാൻ പറയില്ല, വടക്കുന്നാഥന്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുക, ഒരു മകനെ വളർത്തുന്നു, ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ്, അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ അല്ലാത്തൊരു സ്പേസ് ആയിരുന്നു. പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും അത് കാണാൻ വെയിറ്റിംഗ് ആണ്. താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. ബ്രോ, അതായത് ഇപ്പം അങ്കമാലി ഡയറീസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ കഥാപാത്രം ഉണ്ടാക്കിയത് നല്ല മാസായിട്ട് അല്ലെങ്കിൽ നാടൻ തല്ലി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് LJP മാജിക് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതേ കണ്ടിന്യൂസിൽ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വരാറുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രമാണ് അല്ല. കാരണം മറ്റേതൊക്കെ നിങ്ങൾ പറഞ്ഞ മാസമാണ്, ഏറ്റവും ക്ലാസ്സാ പരിപാടി. കാരണം അങ്ങനെ വലിയ ഇടിയും ബഹളത്തിനല്ല, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നേക്കുന്നതാണ്. അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് ഇത്തിരി വെറൈറ്റി കഥാപാത്രം തന്നെയാണ് ഇതിൻ്റെ അകത്ത ക്യാരക്ടർ. ശരിക്കും പറയാം, ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മാസ് ചെയ്യുന്നവരെല്ലാരും അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതേപോലത്തെ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ തേടി വന്നിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തേടി വന്നൊരു കഥാപാത്രം തന്നെയാണ് ഇത്. അതോ? തീർച്ചയായിട്ടും. കാരണം ഇവരിത്തിക്കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. വേറെ പല ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ ആദ്യം ചൂസ് ചെയ്തത്. അത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്.
പിന്നീട് ഈ പടം കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരെടുത്തതെന്നുള്ളത്. ഇത് മികച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു സംവിധായകന്റെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് വലുത്. അപ്പം നന്നായിരിക്കുന്നുണ്ടോ? അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവർ ആലോചിച്ചാലാണ് എനിക്ക് ഡിഫറെന്റ് റോൾസ് കിട്ടുള്ളൂ. അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാച്ചാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെന്റ് റോൾസ് ആയിരുന്നു. പക്ഷെ മുണ്ട്, ബ്ലൗസ്, കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസ് ആണ്. പക്ഷെ മുണ്ട്, ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്ക് അങ്ങനെ കോൾസ് വരുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് VKP പോലെയുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം കാണിച്ചൊരു കറേജ് ആണ്. റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നുമല്ല, ഷോർട്സും ഷർട്ടും ഇടുന്നു, ഞാൻ അതിലും മുണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത്. അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അൺലെസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക്. അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിലനിൽപ്പിന് തന്നെ അല്ല, എന്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനിൽ ഞാൻ 60 വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ ചായില്യത്തില് ഞാൻ 8 വയസ്സുകാരന്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. ചായില്യം ഷൂട്ട് നടക്കുന്നത് 8 വയസ്സുകാരന്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. അത് 2011 ഷൂട്ട് ചെയ്തത്. അപ്പൊ അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ശരിയാണത്. ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത്, ഈ ക്യാരക്ടറിൽ എന്താണ് എന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടേ ഉള്ളൂ. ഇത് അമ്മയാണോ, കുറെ വയസ്സുള്ളതാണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളത് മാത്രം. ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ. ഓഫ് ലേറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ അയലിയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മോശം വരുന്നുണ്ടോന്ന്. വൈ? ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു 8-10 ഹീറോസിന്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അയലിയിൽ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു. അങ്ങനത്തെ ക്യാരക്ടറിന് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊരു 2-3 സീനിൽ മാത്രം വന്നു പോകുന്ന സീനിന്റെയും അല്ല, അത്ര റിലവന്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു 1 ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക. അത് അമ്മയാണോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോധർ ചെയ്തിട്ടില്ല. എന്റെ ആദ്യത്തെ കൺസേൺസ് എന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ, ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 3-ാമത് 4-ാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. അപ്പം എന്റെ ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ്. നല്ല പാട്ടുണ്ട്, കുറെ നല്ല സോങ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സിത്താര പാടിയ, ബിജിബാലേട്ടനാണ് മ്യൂസിക്, റഫീഖ് അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ്. സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സോങ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്കും അത് ഹെൽപ്ഫുൾ ആവും. അത് നല്ലൊരു പാട്ടുമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പം അത് ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. ആൻഡ് നമ്മുടെ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.